ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. സർവകലാശാല ഭേദഗതി ബില്ലും ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലും ഇന്ന് സഭയിൽ വരും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, സഭയിൽ നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ് എന്നാണ്. പ്രതിപക്ഷം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര അന്വേഷണം, CBIയുടെ അന്വേഷണമടക്കം ആവശ്യപ്പെട്ട് രംഗത്ത് എത്തിക്കഴിഞ്ഞു. എന്തു പറഞ്ഞ് സർക്കാർ സഭയിൽ പിടിച്ചു നിൽക്കുമെന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. പ്രത്യേകിച്ചും ശബരിമലയിൽ കൺമുന്നിൽ മൂക്കിന് താഴെ നിന്ന് ഇത്രയും വലിയ രീതിയിൽ ഒരു വൻ കൊള്ള നടന്നതിന് ശേഷം. സ്വപ്ന, തീർച്ചയായും ഇന്ന് നിയമസഭയിൽ ശബരിമല വിഷയം തന്നെയാണ് പ്രധാനമായും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക. കാരണം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭാ നടപടികൾ ഇന്ന് പുനരാരംഭിക്കുന്നത്. ആ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സഭാ സമ്മേളനം അവസാനിച്ചത്. അതിനുശേഷമുണ്ടായ ഒരാഴ്ചക്കാലം എന്ന് പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആടിയുലഞ്ഞത്, അതായത് സംസ്ഥാന സർക്കാരായാലും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തന്നെയായിരുന്നു. പ്രതിപക്ഷത്തിൽ നിന്നത് കോൺഗ്രസ് ആയാലും BJP ആയാലും വലിയ രീതിയിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. കാരണം സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഒളിച്ചോടാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറാനാവുകയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലെല്ലാം കെട്ടിവെക്കുന്നു. അദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സർക്കാരിന്, ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ സാധ്യമല്ല എന്നൊരു വിഷയം തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ CBI അന്വേഷണമാണ് പ്രതിപക്ഷം തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. ആദ്യം കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ബെഞ്ച്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം എത്തി നിൽക്കുകയാണ്. BJP ആകട്ടെ CBI അന്വേഷണം തന്നെ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ ഒരു ആഴ്ചക്കാലം വലിയ രീതിയിലുള്ള വിമർശനത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന വിഷയമാണ് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം. ഈ വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ, അതായത് ഈ ഓരോ ദിവസവും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ നിന്ന് പുതിയ പുതിയ കണ്ടെത്തലുകളും തെളിവുകളുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായിട്ടാണ് ഈ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുക. അപ്പോഴും മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ഈ സഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ സ്പീക്കർ എടുത്ത നിലപാട്, അടിയന്തര പ്രമേയമായി ഇത് കൊണ്ടുവന്നപ്പോൾ സ്പീക്കർ എടുത്ത നിലപാട് സഭയിലിരിക്കുന്ന ഹൈക്കോടതിയുടെ പരിഗണനയിൽ, അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഫ്ലോറിൽ ചർച്ച ചെയ്യാൻ നിയമപരമായി ചട്ടം അനുവദിക്കുന്നില്ല. ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് അടിയന്തര പ്രമേയം സ്പീക്കർ അനുവാദം നൽകാതിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും ഈ വിഷയം, കാരണം അത്രയേറെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ വിഷയം സങ്കീർണമാകുന്നു, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേരളം, കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പാളികൾ ചെമ്പ് പൂശിയതാണോ സ്വർണം പൂശിയതാണോ? 2019 മുതലുണ്ടായിരുന്ന, ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാർക്ക്, ദേവസ്വം പ്രസിഡന്റ്, ഇക്കാലയളവിൽ ഉണ്ടായിരുന്ന എല്ലാ ദേവസ്വം പ്രസിഡന്റുമാരും ഒക്കെ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അതും മുതലുണ്ടായിരുന്ന എല്ലാ വിഷയവും ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ സർക്കാർ വീണ്ടും ഈ അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമോ, അതോ ഒരുപക്ഷെ സർക്കാരിൻ്റെ രീതി അനുസരിച്ച് സമൂഹം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് ശബരിമലയാണ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം, മഹാസംഗമവും ഒക്കെ നടത്തി വലിയ രീതിയിൽ സർക്കാർ കയ്യടി നേടി നിൽക്കുന്ന, വിവാദമുണ്ടെങ്കിൽ പോലും കയ്യടി നേടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതുകൊണ്ട് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തരെ ബാധിക്കുന്ന ഒരു വിഷയം, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, അതിന് ദുരൂഹത മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇത് നിയമസഭയിൽ കൊണ്ടുവരിക, നിയമസഭയിൽ ചർച്ചയ്ക്ക് ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെയും ഒരുപക്ഷെ സർക്കാർ ഇത് ചർച്ച ചെയ്യാനായി തീരുമാനമെടുക്കുമോ എന്നതിലൊരു ആകാംക്ഷ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ തവണ സർക്കാർ കോടതിയുടെ വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി ഇത് തള്ളിയതാണെങ്കിലും ഒരുപക്ഷെ ഇത്രയേറെ സമൂഹം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഇത്തവണ ഒരുപക്ഷെ അടിയന്തര പ്രമേയം അനുവദിച്ച് അത് ചർച്ചയ്ക്ക് എടുക്കാൻ സർക്കാർ സന്നിഹിതരാകുമോ എന്നൊരു ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ ചൂടേറിയ ചർച്ച തന്നെയാകും. കാരണം 1999 മുതലുള്ള കഥകൾ സർക്കാരിനും പറയാനുണ്ടാകും. അങ്ങനെയെങ്കിലും പ്രതിപക്ഷങ്ങൾ മാറി ഭരിച്ച ഇടതുവരുന്ന സർക്കാരുകളൊക്കെ ഇക്കാലത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിച്ചു, ആ സമയത്തുള്ള ഓരോ ദുരൂഹതകളും പുറത്തു നീക്കണമെന്നായിരിക്കും പ്രതിപക്ഷം ആവശ്യപ്പെടുക. എന്തായാലും സർക്കാർ ആ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്, സ്വപ്ന. അതോടൊപ്പം ഇന്ന് നിയമസഭയിൽ 2 പ്രധാനപ്പെട്ട ബില്ലുകൾ കൂടി ചർച്ചയ്ക്ക് വരികയാണ്. അതിലൊന്ന് സർവകലാശാല ഭേദഗതി ബില്ലും മറ്റൊന്ന് ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലുമാണ്.
ഡിജിറ്റൽ സർവകലാശാല ഭേദഗതിയാണ് ഇപ്പോൾ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. സർവകലാശാലയുടെ VCയെ ഡിജിറ്റൽ സർവകലാശാല VCയെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറായ ഗവർണറെ ഒഴിവാക്കി അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന ഭേദഗതിയാണ് ഡിജിറ്റൽ സർവകലാശാല ബില്ലിലുള്ളത്. ആ ഭേദഗതി ബില്ലാണ് ഇന്ന് നിയമസഭയിൽ വരിക. അതോടൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ലും ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. സർവകലാശാല ഭേദഗതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റുകൾ 2 മാസത്തിലൊരു തവണ സിൻഡിക്കേറ്റ് ചേരണമെന്ന് ഭേദഗതി വരുത്തുന്ന ബില്ലാണ് ഇന്ന് സർവകലാശാലയുടെ നിയമസഭയുടെ പരിഗണനയിൽ വരിക. അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭേദഗതി അതിൽ രാഷ്ട്രപതി തിരിച്ചയച്ചത് വീണ്ടും പുതുക്കി അത് വീണ്ടും സഭയിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ്. വീണ്ടും അത് രാഷ്ട്രപതിക്ക് അയക്കാനായി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ സുപ്രധാനപ്പെട്ട 3 ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ 2 ബില്ലുകൾ സഭയുടെ ചർച്ചയ്ക്ക് വരുന്നു. ഒരു ബില്ല് രാഷ്ട്രപതി തള്ളിയതിനെ തുടർന്ന് ഭേദഗതികളോടുകൂടി ഇന്ന് സഭയിൽ വരികയാണ്. പക്ഷേ എങ്കിലും ഇന്നത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ അടിയന്തര പ്രമേയം തന്നെയാണ്. അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന തീർച്ചയായും അത് തന്നെയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ ഇന്നിപ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം, ഈ സമ്മേളനത്തിലെല്ലാം നമ്മൾ കണ്ടതാണ്, സുപ്രധാന വിഷയങ്ങളിലെല്ലാം അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച അനുവദിച്ചതാണ് സർക്കാർ. ഒരുപക്ഷെ സർക്കാരിൻ്റെ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കാനുള്ള ഒരു വേദിയായി കൂടി അതിനെ കാണുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ശബരിമലയിൽ ഇതുവരെയും ഒരു കൃത്യമായ നിലപാട് ഇനിയും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഈ മോഷണത്തിലടക്കം പുറത്തു വരാത്തൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് ഇന്നിപ്പോൾ സഭയിലൂടെ വ്യക്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്.